പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മനുവിന്റെ ജീവിതത്തിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പ്രഭയുടെയും വീട്ടുകാരുടെയും പ്രതിഷേധങ്ങൾ അഭിഷേകിന് തിരിച്ചടിയാകുന്നു. എന്നാൽ കാര്യങ്ങളിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ തന്നെ വിശ്വസിച്ചുകൊണ്ട് അഞ്ജലി കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പുതിയ കരുത്താവുകയാണ് അവന്. ഇതോടെ മനു ഒടുവിൽ തിരിച്ചറിയുകയാണ് തൻ്റെ മനസ്സിൽ ഇപ്പോൾ സ്നേഹം ഇല്ല എന്നുള്ള സത്യം. മാത്രവുമല്ല, അഞ്ജലിയോട് തനിക്ക് അടങ്ങാത്ത പ്രണയം ഉണ്ടായിരിക്കുകയാണ്. ഇതോടെ ഈ കാര്യം തുറന്നു പറയണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ച് നിൽക്കുന്ന മനു അഞ്ജലിയെ കാണുന്നതിനായി എത്തുന്നു. അഞ്ജലിയോട് എനിക്ക് കുറച്ച് കാര്യം ഉള്ളു തുറന്ന് സംസാരിക്കണമെന്ന് വ്യക്തമാക്കുകയാണ് മനു. ഇതോടെ മനു കാര്യങ്ങൾ തുറന്നു പറയാൻ ആവശ്യപ്പെടുന്ന അഞ്ജലി എന്താണ് മനുവിന് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ ഞാൻ ഇപ്പോൾ കുറെ കാര്യങ്ങൾ ആലോചിച്ചു എന്നും അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്തൊക്കെ സംഭവിച്ചാലും എനിക്കിപ്പോൾ അഞ്ജലിയെ പിരിയാൻ പറ്റാത്ത അവസ്ഥയാണ് വന്നെത്തിയിരിക്കുന്നത് എന്നാണ്. അഞ്ജലിയെ ഞാനിപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നു. ആദ്യം വിവാഹത്തിന് മുൻപ് എൻ്റെ ജീവിതത്തിൽ സ്നേഹം ഉണ്ടായിരുന്നു, അത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ അവളെ മറന്നു തുടങ്ങിയിരിക്കുന്നു. മാത്രവുമല്ല, അഞ്ജലിയുടെ വീട്ടുകാർ നിന്നെ എൻ്റെ കയ്യിലേക്ക് പിടിച്ച് ഏൽപ്പിച്ചപ്പോൾ ഒരുപാട് പ്രതീക്ഷയാണ് എന്നിൽ അർപ്പിച്ചത്. അവരുടെ പ്രതീക്ഷകൾ കാത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ആദ്യ വഴിയിൽ വെച്ച് നിന്റെ കൈവിടാൻ എനിക്ക് തോന്നുന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിതകാലം മുഴുവൻ നീ എൻ്റെ കൂടെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന അഞ്ജലി എനിക്കിപ്പോൾ എന്താണ് പറയേണ്ടത് എന്നറിയില്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഞാൻ ഒരിക്കലും മനു എന്നോട് ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചിരുന്നില്ല. മനു എൻ്റെ ഭർത്താവാണ് എന്നതിലുപരി മനുവിൻ്റെ സ്വഭാവം എനിക്കിപ്പോൾ വളരെയധികം ഇഷ്ടമായിരിക്കുകയാണ്. മനുവിനെ പിരിഞ്ഞ് ഒരു ഡിവോഴ്സ് നൽകി തൻ്റെ വീട്ടിലേക്ക് പോകാൻ ഞാനും ഒരുക്കമല്ല. മനുവിൻ്റെ അമ്മയും അച്ഛനും വീട്ടുകാരും എന്തിന് പ്രവേശിയുമായുള്ള പ്രശ്നങ്ങൾ വരെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. ഈ വീട് ഉപേക്ഷിച്ചു പോകാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സ്നേഹയെ മനുവിന് മറക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ആദ്യമേ എന്നോട് പറഞ്ഞത് മാത്രമാണ് എൻ്റെ മനസ്സിൽ ബാക്കിയാകുന്നത്. സ്നേഹയ്ക്ക് വേണ്ടി മനു എന്തും ചെയ്യുമെന്നും എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള മനുവിനെ എങ്ങനെയാണ് സ്നേഹയിൽ നിന്ന് അടർത്തി മാറ്റുക എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. എനിക്ക് അത്രയധികം ഇഷ്ടമാണ് മനുവിനെ. മനുവിനെ പിരിയണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം. മനുവാണ് എൻ്റെ ഭർത്താവ്. അത് ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ആയിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. മനുവിനെയും എനിക്ക് ഇഷ്ടം തന്നെയാണ്. മനു ഈ കാര്യം അറിയണമെന്ന് ഞാൻ ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്നത് എന്നും അഞ്ജലി അറിയിച്ചത് മനുവിനെ ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ അഞ്ജലിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന മനു ഇനി നീയായിരിക്കും എൻ്റെ പെണ്ണ് എന്നേക്കുമായി എന്ന ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അഞ്ജലിയും വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് പ്രഭ ഈ കാര്യം അറിയാൻ ഇടയാകുന്നത്. ഇതോടെ പ്രഭ ആകെ ഞെട്ടിപ്പോകുന്നു. അഞ്ജലിയും മനുവും പിരിയുമെന്നുള്ള പ്രഭയുടെ പ്രതീക്ഷകൾ തകർന്നു പോയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഒരിക്കലും തന്നേക്കാൾ മുകളിലേക്ക് വളരാൻ അഞ്ജലിയെ താൻ അനുവദിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രഭ ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഇതിനിടയിൽ മനുവിൻ്റെ അച്ഛനും
വീട്ടുകാരും മനുവിൻ്റെ തീരുമാനത്തെപ്പറ്റി അറിയാനിടയാകുന്നു. ഇതോടെ അവനും മനുവിൻ്റെ കൂടെ നിൽക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മനു എടുത്ത തീരുമാനത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒടുവിൽ മനുവിൻ്റെ ജീവിതത്തിലേക്ക് ആ പൂക്കാലം കടന്നു വന്നിരിക്കുകയാണ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വലിയൊരു പൂക്കാലമാണ് മനുവിൻ്റെയും അതുപോലെ തന്നെ അഞ്ജലിയുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ അത് അധികനാൾ നീണ്ടു നിൽക്കുന്നില്ല. അപ്പോഴാണ് മറ്റൊരു ദുരന്തം മനുവിനെ തേടി വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.